Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടെക് റിലേറ്റഡ് കണ്ടന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പല അവാർഡ് പ്രഖ്യാപനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫിലിം ബേസ്ഡിലുള്ള അവാർഡ് പ്രഖ്യാപനം, സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനങ്ങൾ, കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുരസ്കാരങ്ങൾ, നോബൽ പുരസ്കാരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് 2020 ഗൂഗിൾ പ്ലേ സ്റ്റോർ അവാർഡിനെ പറ്റിയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതൊക്കെ ഒരു പുതുമയുള്ള ഒരു അനുഭവമായിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിനും അവാർഡോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അപ്പം ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്തുള്ളത്. അപ്പോൾ അതിൽ ഏത് ആപ്ലിക്കേഷൻസിനൊക്കെയാണ് അവാർഡിന് അർഹമായതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ആ ഓരോ ആപ്ലിക്കേഷൻ്റെയും പർപ്പസ് എന്തായിരുന്നു, ഏത് രീതിയിലുള്ള ആപ്ലിക്കേഷനെയാണ് അവാർഡിനൊക്കെ തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റീസൻ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. 2020 ഏറ്റവും മികച്ച ആപ്ലിക്കേഷനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് സ്ലീപ്പ് ബൈ വൈസ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അവാർഡ് കിട്ടാനായിട്ടുള്ള കാരണം അതിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു രൂപകൽപ്പനയാണ്, ഡിസൈനിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ഫീച്ചർ. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സ് ശാന്തമാക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല ഉറക്കം ലഭിക്കാനുമായിട്ടുള്ള ടിപ്സൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കാലയളവിൽ ഇതിന് ഒരു അവാർഡ് ലഭിക്കാനായിട്ടുള്ള കാരണം ഈ കോവിഡ് വ്യാപന ഭീതിയിൽ, അതായത് ലോകം മൊത്തത്തിൽ ഉള്ള കോവിഡ് വ്യാപന ഭീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവാർഡ് 2020 തന്നെ ഇതിന് ലഭിക്കാനായിട്ടുള്ള കാരണം. ഏറ്റവും മികച്ച ഗെയിംസിനുള്ള അവാർഡ് പോയിരിക്കുന്നത് ഏത് ഗെയിമിനായിരിക്കും? ഒരു പക്ഷേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ പബ്ജിയോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഒരിക്കലുമല്ല. എപ്പിക് ഗെയിംസ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ലെജൻഡ്സ് ഓഫ് റുനെറ്റെറ എന്ന് പറയുന്ന ഒരു ഗെയിമിനാണ് ഏറ്റവും മികച്ച ഗെയിംസിനുള്ള അവാർഡ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് കാർഡ് ബേസ്ഡിലുള്ള ഒരു ഗെയിമാണ്. ഇനി ഈ അവാർഡ് പട്ടികയിൽ ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന ഈ രണ്ട് ആപ്ലിക്കേഷനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പറഞ്ഞ സ്ലീപ്പ് ബൈ വൈസ ആപ്പിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ റിലീസ് ചെയ്തത് 2019 ഇപ്പോൾ ഏകദേശം 1 മില്യണിൽ അധികം ആൾക്കാരത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 MB താഴെയാണ്. അതിന് ഓവറോൾ ലഭിച്ചിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് 4 സ്റ്റാറാണ്. പക്ഷേ ഗെയിമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആണ്. അതായത് ഈ 2020 തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ഗെയിമാണ് ലെജൻഡ് ഓഫ് റുനെറ്റെറ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഡൗൺലോഡ് ഏകദേശം 5 മില്യണിലധികം കടന്നു കഴിഞ്ഞു. അതിൻ്റെ സൈസ് വരുന്നത്, ഇൻസ്റ്റലേഷൻ സൈസ് വരുന്നത് 70 MB താഴെ മാത്രമേ ഉള്ളൂ. റിവ്യൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4 സ്റ്റാർ തന്നെയാണ് ആ ഒരു ഗെയിമിനും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അവാർഡുകൾ കൂടാതെ സാധാരണ നമ്മളുടെ അവാർഡ് നിശകളിലൊക്കെ ഉണ്ടല്ലേ, ജനപ്രിയ അവാർഡുകളുണ്ടല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ അവാർഡിനകത്തും യൂസേഴ്സ് ചോയ്സ് അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ആ ഒരു അവാർഡ് പോയിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് ആപ്ലിക്കേഷൻസിനകത്താണ്. അതായത് യൂസേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള വോട്ടിംഗ് ആണ് ആ ഒരു ആപ്പുകൾക്ക് ലഭിച്ചതും. ആ ഒരു ആപ്ലിക്കേഷൻസിനാണ് ഈ ഒരു യൂസേഴ്സ് ചോയ്സ് അവാർഡ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഫീച്ചറുകളുടെയും ആപ്ലിക്കേഷൻ്റെ റിലീസ് വന്നത് 2015 ഡൗൺലോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. മില്യനൊന്നുമല്ല, 1 ബില്യൺ പ്ലസ് ഡൗൺലോഡ്സാണ് ഈ ഒരു 3 ആപ്ലിക്കേഷനും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 MBയോളം അടുത്ത് നിൽക്കുന്ന ഒരു സൈസാണ് 3 ആപ്ലിക്കേഷനും ഉള്ളത്. റിവ്യൂവിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4.5 ആ ഒരു റേറ്റിങ്ങിലാണ് റിവ്യൂസൊക്കെ വന്നിട്ടുള്ളത്. എന്നാലും അതിനകത്ത് ഏറ്റവും കുറവ് റിവ്യൂ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് റേറ്റിംഗ് വന്നിട്ടുള്ളത് പവർ പോയിൻറ്റിനാണ്. അതുപോലെ തന്നെ ഗെയിംസിൻ്റെ കാര്യത്തിലും യൂസേഴ്സ് ചോയ്സ് അവാർഡുണ്ട്. അപ്പോൾ യൂസേഴ്സ് ചോയ്സ് അവാർഡ് ഫോർ ഗെയിംസ് പോയിരിക്കുന്നത് വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 3 WCC3 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അവാർഡ് കൊടുക്കുന്നതിൽ അടുത്ത ഒരു കാറ്റഗറിയാണ് ബെസ്റ്റ് എവരിഡേ എസെൻഷ്യൽസ്. അതായത് ആൾക്കാർ കൂടുതലായിട്ടും ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആപ്ലിക്കേഷൻസിനകത്ത് അവാർഡ് പോയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം MS ഓഫീസ് തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, അതുതന്നെയാണ് യൂസർ ചോയ്സിനകത്ത് നമ്പർ 1 വന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് നമ്മൾ ഈ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷനായിരിക്കുന്ന സൂമിനാണ് ആ ഒരു അവാർഡ് പോയിരിക്കുന്നത്. മൂന്നാമത് വന്നിരിക്കുന്നത് ഗ്രോസറി ആപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്, അത് ഇപ്പോൾ പ്രാദേശിക അവാർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാദേശിക തലത്തിലും ഏത് ആപ്ലിക്കേഷനാണോ കൂടുതലായിട്ടും ഈ പറയുന്ന ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ആ ആപ്ലിക്കേഷൻസിനൊക്കെയാണ് അവാർഡ് പോയിരിക്കുന്നത്.
നമുക്കറിയാമല്ലോ, നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസാണ് ഫ്ലിപ്കാർട്ട്, ആമസോൺ. അപ്പോൾ ആ രീതിയിലുള്ള ആപ്ലിക്കേഷൻസാണ് ബെസ്റ്റ് എവരിഡേ എസെൻഷ്യൽസ് ആയിട്ട് അവാർഡിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അടുത്ത ഒരു കാറ്റഗറി ആയിരുന്നു ബെസ്റ്റ് പേഴ്സണൽ ഗ്രോത്ത്. അപ്പോൾ ആ ഒരു കാറ്റഗറിക്കുള്ളിൽ വരുന്ന അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്ന എന്ന് പറയുന്ന ഒരു ജോബ് സെർച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ മൈൻഡ് ഹൗസ് എന്ന് പറയുന്ന മെഡിറ്റേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഇതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസിന് ബെസ്റ്റ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഒരു കാറ്റഗറിയാണ് ബെസ്റ്റ് ഫോർ ഫൺ. അപ്പോൾ ഫണ്ണിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസിനകത്ത് അവാർഡ് പോയിരിക്കുന്നത് പ്രധാനമായിട്ടുള്ളത് പ്രതിലിപി FM-ഉം അതുപോലെ തന്നെ MX ടാക്കാറ്റാക്കും ഒക്കെയാണ്. ബാക്കിയും ഇനിയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഈ ഒരു 2 ആപ്ലിക്കേഷൻസാണ്. അടുത്ത ഒരു കാറ്റഗറിയാണ് ബെസ്റ്റ് ആപ്പ് ഫോർ ഗുഡ്. അപ്പോൾ അതിൻ്റെ ഒരു അവാർഡ് പോയിരിക്കുന്നത് സെൽഫ് കെയർ തെറാപ്പി ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇനിയും പല കാറ്റഗറികൾക്ക് പല അവാർഡുകളും കൊടുത്തിട്ടുണ്ട്. ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ബെസ്റ്റ് കോമ്പറ്റേറ്റീവ് ഗെയിംസ്, ബെസ്റ്റ് ഇൻഡോർ ഗെയിംസ്, ബെസ്റ്റ് കാഷ്വൽ ഗെയിംസ്, ഇതിനൊക്കെ പല കാറ്റഗറിയിലുള്ള ആപ്ലിക്കേഷൻസിന് അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ഹിഡൻ ജെംസ് ഓഫ് 2020 എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കും അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് ഏതൊക്കെയാണ് അവാർഡ് ലഭിച്ചതെന്നുള്ളത് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷം അതൊന്ന് വായിച്ച് നോക്കാം. നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും തരുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകത്തില്ല. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നമ്മളൊക്കെ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷനുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് അവാർഡിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ഏതൊക്കെ കാറ്റഗറി ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. പല കാര്യങ്ങൾക്ക് വേണ്ടി, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. ഈ മെഡിറ്റേഷന്, സ്ലീപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, കൂടുതൽ എഫക്റ്റീവായിട്ട് ഔട്ട്പുട്ട് തരുന്ന ആപ്ലിക്കേഷൻസൊക്കെയാണ് ഈ പറയുന്ന അവാർഡിന് വേണ്ടിയിട്ടൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ചാറ്റ്, മെസ്സേജ്, ഇതൊക്കെയാണല്ലേ. ഇതൊന്നും അതിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊരു പുതിയതും അതുപോലെ തന്നെ കൗതുകമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്ത് നല്ല നല്ല കമൻറ്റുകളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതുമയുള്ള ടെക് വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.